ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വഴിത്തിരിവുകളും എല്ലാം നിറഞ്ഞ ആ ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പഴയ ലീലാവിലാസങ്ങളെല്ലാം സച്ചി പൊളിച്ചെടുക്കി കയ്യോടെ പിടിക്കുമ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും അങ്ങനെ വീട് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ടും ശ്രുതിക്ക് ഒരു കുട്ടിയുണ്ടെന്ന് ശ്രുതിയും അറിയുകയാണ്. മകനെ വഞ്ചിച്ച് ഒരു വലിയ സത്യം ഒളിപ്പിച്ചു വെച്ച ശ്രുതിയുടെ കള്ളക്കളി തെളിവുകൾ സഹിതം തന്നെ പുറത്തു വരുമ്പോൾ രേവതിയെ അപമാനിച്ചതിന്റെ കർമ്മഫലമെല്ലാം അനുഭവിക്കുകയാണ് ചന്ദ്രമതി. ഒരു സന്ദർഭത്തിൽ ദേഷ്യം സഹിക്കവയ്യാതെ രേവതി പോലും ശ്രുതിയുടെ മുഖത്ത് ആഞ്ഞൊരു അടി കൊടുത്തു. ഈ വൈകാരിക നിമിഷങ്ങൾക്കിടയിൽ ഒരു പുതിയ അതിഥി കൂടെ വരികയാണ്. ചന്ദ്രമതിയെയും ശ്രുതിയെയും എല്ലാം മാനസികമായി തകർക്കുന്ന മറ്റൊരു സത്യം. അപ്പോൾ അടിമുടി ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സച്ചി ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നത് എന്തോ വലിയ രഹസ്യം വെളിപ്പെടുത്താനുള്ളത് പോലെയായിരുന്നു. ആകാംക്ഷയോടെ അവൻ എല്ലാവരെയും തന്റെ ചുറ്റും വിളിച്ചുകൂട്ടി. അച്ഛാ, നമ്മുടെ ആദിമോനില്ലേ, ഇന്ന് ഞാനേ അവന്റെ ചില ബന്ധുക്കളെ കണ്ടിട്ടാണ് വരുന്നത്. ഇതങ്ങോട്ട് കേൾക്കുന്നതും ശ്രുതിയുടെ മുഖം പെട്ടെന്ന് വിളറി. എന്നിട്ട് ഭയത്തോടെ തന്നെ സച്ചിയെ നോക്കുകയാണ്. രവീന്ദ്രൻ സംശയത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തൊക്കെയാടാ പറയുന്നത്? ആദിമോൻ ഒരു മുത്തശ്ശി മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് വേറെ ബന്ധുക്കളെ കണ്ടത്? അപ്പൊ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനും അച്ഛ അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യം അതൊന്നും അല്ല. ഇന്ന് ഞാൻ കണ്ടത് ആദിമോന്റെ അച്ഛന്റെ ഏട്ടനെയാണ്. അയാൾ ഒരു ട്രീറ്റ്മെന്റിനായി കേരളത്തിലേക്ക് വന്നതാണ്. എന്റെ കാറിലാണ് അദ്ദേഹം കയറിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. ആദിമോന്റെ വല്യച്ഛനാണത്. എന്റെ അടുത്ത് ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു. ഈ സത്യങ്ങളെല്ലാം കേട്ട് എല്ലാവരും അമ്പരന്ന് കൂടുതൽ അറിയാനായിട്ട് സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. രേവതിയാണെങ്കിലും വിഷമത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആദിമോന്റെ അച്ഛനിപ്പോ എവിടെയാ? അയാൾ മരിച്ചെന്നല്ലേ അവന്റെ മുത്തശ്ശി നമ്മളോട് എല്ലാവരോടും പറഞ്ഞത്? അപ്പൊ സച്ചി രേവതിയോടും, അതേ രേവതി, അദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷമായി. അയാൾ മരിക്കുമ്പോൾ അയാളുടെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞാണ് ആദിമോൻ. അതിനുശേഷം ആദിയുടെ വീട്ടുകാർ അവളെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് വല്യച്ഛൻ എന്നോട് പറഞ്ഞത്. അവർക്കൊരു ആൺകുട്ടിയെ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അത്രേ. ഇതൊക്കെ കേട്ട് സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുമെന്നോർത്ത് ആകെ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ് ശ്രുതി. അതേസമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ഭർത്താവ് മരിച്ച ഉടനെ ഭാര്യയെ വീട്ടുകാരൊക്കെ ഒതുക്കിയത്? അപ്പൊ സച്ചി പറയും, അതെനിക്കറിയില്ല. എന്തോ വലിയൊരു രഹസ്യമോ അല്ലെങ്കിൽ വഴക്കോ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചതോടെ ഇനി ഇവള് വേണ്ട എന്ന് പറഞ്ഞ് ആദിമോന്റെ അച്ഛന്റെ ഏട്ടനാണ് അവരെ അവിടെ നിന്ന് അടിച്ചിറക്കിയത്. അതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഇപ്പോൾ അതിനെ പ്രായശ്ചിത്തം ചെയ്യാനാണ് അവരുടെ വരവ്. ഗർഭിണിയായിരിക്കുമ്പോഴാണ് ആദിയുടെ അമ്മ വീട് വിട്ടു പോയത്. അവൾക്കന്ന് 3-ാം മാസമായിരുന്നു എന്നാണ് കേട്ടത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ആ കുട്ടിയെ തേടി അവർ വന്നിരിക്കുകയാണ്. ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വർഷങ്ങൾ ഒരുപാടായില്ലേ ഏട്ടാ, എന്തിനാ ഇത്രയും കാലം കഴിഞ്ഞ് അവർ കുട്ടിയെ തേടി വന്നത്? സച്ചി അതിന് മറുപടിയായിട്ട്, അതെ, വർഷങ്ങൾ ഒരുപാടായി. ആദിയുടെ അച്ഛന്റെ ഏട്ടന് ഇത്രയും കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്താപം തോന്നിയത്രേ. മറ്റൊരു കാരണം, അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞ് പിറന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആദിമോനെ കൊണ്ടുപോയി വളർത്താനാണ് അവർ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ ആദിയെ കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം. പക്ഷേ ആദിയുടെ അമ്മ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ, അവര് ദുബായിലായതുകൊണ്ട് തന്നെ നാളെ പോയി മുത്തശ്ശിയെ കണ്ട് സംസാരിച്ച് ആദിയെ അവർ നാളെ തന്നെ കൊണ്ടുപോകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് അവർ. അത്രയും അറിഞ്ഞതോടെ ശ്രുതിയാണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ സഹിക്കാനാവാതെ ഓടി മുറിയിലേക്ക് കയറി വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ അമ്മയെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് വിമലയോട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അമ്മേ, സച്ചി പറഞ്ഞതൊക്കെ ഞാൻ അമ്മയോട് പറയാം. ആദിയെ കൊണ്ടുപോകാനുണ്ടല്ലോ, അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടത്രേ. എന്നാൽ വിമലയുടെ മറുപടി ശാന്തമായിട്ടായിരുന്നു, അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരല്ലേ മോളെ, അവരുടെ ചോരയല്ലേ. വിമലയുടെ മറുപടി ഇത്തരത്തിലായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇപ്പോഴാണോ അവർക്ക് ചോരയെപ്പറ്റി ഓർമ്മ വന്നത്? ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ അവരെന്നെ ഓടിച്ചു വിട്ടതല്ലേ അവിടെ നിന്ന്, അതും എൻ്റെ 3-ാം മാസത്തിൽ. അതിനുശേഷമല്ലേ ആദിമോൻ ജനിച്ചത്. ആ സമയത്ത് അവരുടെ ചോര എൻ്റെ വയറ്റിലുള്ളത് അവർക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ നാണമില്ലേ ഇപ്പം എൻ്റെ കുഞ്ഞിനെ ചോദിച്ചു വരാൻ? അതെ, ഞാൻ എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ലാമേ. എനിക്ക് സപ്പോർട്ടായിട്ട് അമ്മ വേണം നിൽക്കാൻ. ഇത് പറയുമ്പോഴെല്ലാം ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അന്ന് പുറത്താക്കപ്പെട്ട ആ ദിവസത്തെ വേദനയെല്ലാം ശ്രുതി വേദനയോടെ ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് അവർക്ക് പ്രായശ്ചിത്തം ചെയ്യണമെങ്കിലേ അത് എന്നോടാണ് ചെയ്യേണ്ടത്, അല്ലാതെ എൻ്റെ മകനെ ഉപയോഗിച്ചിട്ടല്ല എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ വിമല ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും മോളെ? ആദിമോന്റെ ഭാവിയല്ലേ പ്രധാനം. അവന്റെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും പിന്തുണ അത്യാവശ്യമല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും
അവരവന്റെ കുടുംബമാണെന്ന് നീ മറക്കരുത്. അവരുടെ കയ്യിൽ സമ്പന്നമായ ഭാവിക്കുള്ള വകയുണ്ടെന്നാണ് കേൾവി. അപ്പോ ആദിമോന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ അവരെ ഏൽപ്പിക്കുന്നത് തന്നെയല്ലേ ഏറ്റവും ഉചിതം. ശ്രുതിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അമ്മ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്നും ഞാൻ എൻ്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല, അതും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. എൻ്റെ കുഞ്ഞിനെ ആ ദുഷ്ടന്മാർക്ക് കൈമാറാൻ എനിക്ക് കഴിയില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഞാൻ എൻ്റെ മകനെ വളർത്തും. ഇതും പറഞ്ഞ് ശ്രുതി ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. എന്നാൽ അപ്പോഴാണ് ശ്രുതി അറിയാതെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം അവിടെ നടന്നത്. ശ്രുതി വിമലയോട് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ രേവതി വാതിൽക്കൽ നിന്നും ഒളിച്ചു നിന്ന് ചെവി ഓർക്കുന്നുണ്ടായിരുന്നു. രേവതി എല്ലാം കേട്ടെന്ന് മനസ്സിലാക്കുന്ന ശ്രുതിയാണെങ്കിലും ശരിക്കും തകർന്നു പോയെന്ന് വേണം പറയാൻ. ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് അവൾ ആകെ അങ്ങനെ ഷോക്കടിച്ച പോലെ നിന്നു പോവുകയാണ്. തൻ്റെ എല്ലാ രഹസ്യങ്ങളും തകർന്നു വീണ ഭയത്തോടെ രേവതിയെ തന്നെ ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുമ്പോൾ രേവതിയാണെങ്കിലും നല്ല ദേഷ്യത്തോടെ തന്നെ തിരിച്ചു നോക്കുകയാണ് ശ്രുതിയെ. പെട്ടെന്ന് ശ്രുതി ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. ഒന്നും അറിയാത്ത ഭാവത്തില് രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. രേവതി, ഈ ഒളിച്ചു നിന്ന് കേൾക്കുന്ന ശീലം രേവതിക്ക് പണ്ട് മുതലേ ഉള്ളതാണോ? ഞാൻ എൻ്റെ മുറിയിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുന്നത് രേവതിക്ക് നാണക്കേടല്ലേ? ഇതേ ഞാൻ ഇപ്പൊ തന്നെ ആന്റിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. എൻ്റെ മുറിയുടെ പരിസരത്ത് പോലും ഇനി രേവതിയെ കണ്ടുപോരുത്. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ അടക്കത്തോടെ ഡോറിൽ ഒരു മുട്ട് കേൾപ്പിച്ചിട്ട് വേണം വരാൻ. ശ്രുതി കാണിക്കുന്ന അഹങ്കാരവും ശാസനയെല്ലാം കേട്ടതും രേവതിയുടെ ക്ഷമയും നശിക്കുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ രേവതി ശ്രുതിയുടെ കാരണത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. വായടക്കിടി, എന്നെ നല്ലതും ചീത്തയും പഠിപ്പിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? ഞാൻ ആരുടെയും സ്വകാര്യ സംഭാഷണം കേൾക്കാൻ വന്നതൊന്നുമല്ല. നിനക്ക് കാപ്പി വല്ലതും വേണോന്ന് ചോദിക്കാൻ വന്നതാണ്. എന്തായാലും അതുകൊണ്ടൊരു ഗുണമുണ്ടായി. നിന്റെ ദുരൂഹമായ ഭൂതകാലമൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് രേവതി ശ്രുതിയെ. ശ്രുതിയാണെങ്കിൽ അപ്പോഴും തൻ്റെ ഇടമൊക്കെ അഭിനയിച്ച് നീ എന്തറിഞ്ഞെന്നാ? അതിന് മാത്രം എൻ്റെ ജീവിതത്തില് അസാധാരണമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. നീ വെറുതെ കെട്ടുകഥകൾ മെനഞ്ഞെടുക്കല്ലേ രേവതി എന്ന് പറഞ്ഞ് ശ്രുതി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചപ്പോൾ നിൽക്കടി അവിടെയെന്ന് പറഞ്ഞ് അലറുകയാണ് രേവതി. എന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ, സച്ചേട്ടൻ പറഞ്ഞ കഥയിലെ ആ സ്ത്രീ നീ തന്നെയല്ലേ? ഗർഭിണിയായ 3-ാം മാസം തന്നെ നിന്റെ ഭർത്താവ് മരിച്ചു. അതോടെ അയാളുടെ വീട്ടുകാർ നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. ഇപ്പോൾ അവർ കുട്ടിയെ തേടി സച്ചേട്ടന്റെ വാഹനത്തിലാണ് വന്നിറങ്ങിയിരിക്കുന്നത്. ഇനി അവർ നാളെ തന്നെ സച്ചേട്ടനെ സവാരിക്കായിട്ട് വിളിക്കും. ഞാൻ പറഞ്ഞില്ലെങ്കിലും സച്ചേട്ടനെ എല്ലാം ഉടൻ തിരിച്ചറിയും. നാളെ അവർ സച്ചേട്ടനെയും കൂടെ കൂട്ടിയായിരിക്കും നിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുന്നത്. അത് ഓർത്തോ നീ? രേവതിയുടെ ഈ വാക്കുകളെല്ലാം ശ്രുതിയെ തളർത്തി കളഞ്ഞെന്ന് വേണം പറയാൻ. ശരിക്കും പതറിപ്പോകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അയ്യോ രേവതി, ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ എന്നോട് കണ്ണടയ്ക്കണം. ഈ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദിയുടെ കാര്യം ഒളിച്ചു വെച്ചത്. നീ എന്നെ രക്ഷിക്കണം രേവതി. സച്ചിയെ നീ അവരുമായിട്ട് പോകാൻ അനുവദിക്കരുത്. സച്ചിയും ആന്റിയും ഒന്നും ഈ രഹസ്യങ്ങൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ വീടിന് പുറത്താകും. നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ശ്രുതി രേവതിയുടെ മുന്നിൽ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്. ശ്രുതിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കണ്ട് രേവതിയാണെങ്കിലും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. കുറച്ചു നേരം ആഴത്തിൽ ആലോചിച്ചതിന് ശേഷം രേവതി ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. പിന്നെ, ഇല്ല ശ്രുതി, എനിക്ക് നിന്റെ പണമൊന്നും ആവശ്യമില്ല. പക്ഷെ ഈ സത്യം അതെനിക്ക് സച്ചേട്ടനെ അറിയിച്ചേ മതിയാകൂ. അല്ലെങ്കിലേ സച്ചേട്ടന്റെ വീട്ടുകാര് നിന്റെ ചതിയിൽ ഞാൻ പങ്കുചേർന്നതിന് എന്നെ ഈ വീട്ടിൽ നിന്ന് പിന്നീട് പുറത്താക്കും. നിന്നെ പിന്തുണയ്ക്കാൻ അതുകൊണ്ട് എനിക്ക് കഴിയില്ല. നിന്റെ കള്ളക്കളികളെല്ലാം ഈ വീട്ടിലെ ഒരാളോടും ഞാൻ ഇനി ഒളിച്ചു വെക്കില്ല. ഈ തട്ടിപ്പിങ്ങനെ എത്ര കാലം കൊണ്ടു നടക്കാമെന്ന് വെച്ചിട്ടാ? എല്ലാം ഒരു ദിവസം ഇവിടെ എല്ലാവരും അറിയും. അങ്ങനെ രേവതി ഒട്ടും വൈകാതെ തന്നെ എല്ലാവരോടും കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. സച്ചേട്ടൻ മുൻപ് പറഞ്ഞ ആദിമോന്റെ അമ്മ വേറെ ആരുമല്ല, ദാ ഈ നിൽക്കുന്ന ശ്രുതിയാണ്. കളിപ്പിക്കുകയായിരുന്നു ഇവൾ. ഇനി ഒരു നിമിഷം പോലും വൈകാതെ ഇവളെ ഈ വീടിന്റെ പടി ഇറക്കണം. ഇതൊക്കെ കേൾക്കുന്ന നിമിഷം എല്ലാവരും ഞെട്ടിപ്പ് തരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശ്രുതിയല്ലേ ആള്. രേവതി കാര്യങ്ങളെല്ലാം പറയുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ശ്രുതിയാണെങ്കിൽ മറ്റൊരു തന്ത്രം ഉപയോഗിക്കുകയാണ് അവിടെ. എന്നിട്ട് ചന്ദ്രമതിയോടൊക്കെ ആയിട്ട് പറയാണ്, ആന്റി, ഈ രേവതി ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് പറയുന്ന ഈ വ്യാജക്കഥയൊന്നും ആരും വിശ്വസിക്കരുത് കേട്ടോ. അതും പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് എല്ലാവരുടെയും സിമ്പതി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ ശ്രുതിമോളെ, നീ ഇതൊക്കെ കേട്ട് എന്തിനാ കരയുന്നത്? ഈ പൂക്കാരിയുടെ വാക്ക് ആര് മുഖവിലക്ക് എടുക്കാനാ? എനിക്ക് എൻ്റെ മോളെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. രേവതി ഓരോന്ന് വിളിച്ചു പറയുകയാണ്. കേട്ടില്ലേ രവിയേട്ടാ, നിങ്ങളുടെ പുന്നാര മരുമകളുടെ ഗുണാധികാരം എൻ്റെ മരുമകൾ മുമ്പൊന്ന് പ്രസവിച്ചതാണെന്ന്. എടി രേവതി, എൻ്റെ മോളെ, എൻ്റെ ശ്രുതിമോള് നല്ല തറവാട്ടിൽ പറഞ്ഞ കുട്ടിയാ. കല്യാണത്തിന് മുമ്പ് ഗർഭം ധരിച്ചതും കള്ളക്കഥകൾ മെനയുന്നതും നിന്റെ രീതിയാകും. ഈ സച്ചിയാണ് ആകെ പെട്ടിരിക്കുന്നത് ഇവളെയൊക്കെ കല്യാണം കഴിച്ചതിൽ. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വാദിയായ രേവതിയെ പ്രതിയാക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ ചേർന്നിട്ട്. എന്നാൽ സച്ചിക്കിത് സഹിക്കാനാകുമോ? നിയന്ത്രണം വിട്ട് സച്ചിയാകട്ടെ ചന്ദ്രയുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. എന്നിട്ട് ചന്ദ്രയുടെ നേർക്ക് ചൂണ്ടി, മതിയമ്മേ,
രേവതിയെപ്പറ്റി ഒരു അനാവശ്യ വാക്കുകൂടെ പറഞ്ഞാൽ അമ്മയാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. രേവതി പറഞ്ഞതാണ് ശരി. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ വീട്ടിലൊരു പൊട്ടിത്തെറി വേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനെല്ലാം മറച്ചു വെച്ചത്. എന്റെ കാറിൽ സവാരിക്ക് വന്നത് ശ്രുതിയുടെ ബന്ധുക്കൾ തന്നെയാണ്. അതായത് അവളുടെ ആദ്യ ഭർത്താവിന്റെ ബന്ധുക്കൾ. ഞാൻ പറയുന്നതിൽ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് ഇവളുടെ ഫസ്റ്റ് മാരേജിന്റെ ഫോട്ടോസാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സച്ചി ആ ഫോട്ടോസ് എല്ലാം എടുത്ത് നിരത്തുകയാണ്. ഈ കാണുന്നത് ഇവളുടെ ഫസ്റ്റ് മാരേജിന്റെ ഫോട്ടോസ് ആണെന്നും ഇതിൽ കാണുന്ന വ്യക്തി ഇവളുടെ ആദ്യ ഭർത്താവുമാണ്. ഇവളുടെ മുൻ ഭർത്താവിന്റെ ഏട്ടനാണ് ഇതെനിക്ക് അയച്ചു തന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ എല്ലാവരെയും അറിയിക്കും. എന്തായാലും ഈ കല്യാണപ്പെണ്ണ് അമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ തന്നെയാണോന്ന് ഒന്നുകൂടെ ശരിക്കും നോക്കിക്കോ. രേവതി അല്ലല്ലോ അത് എന്നിങ്ങനെ സച്ചി പരിഹാസത്തോടെ പറയുന്നുണ്ട് ചന്ദ്രയോട്. ഫോട്ടോകളെല്ലാം കണ്ട ചന്ദ്രമതി ആണെങ്കിൽ ശരിക്കും തളർന്നു പോയി. അയ്യോ ഇല്ല രവിയേട്ടാ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ കൊണ്ടുവന്ന മരുമകള് ഇതുപോലൊരു തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ശരിക്കും സമനില തെറ്റിയതുപോലെ കരയുകയാണ് ചന്ദ്ര. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തെളിവുകളോടെയല്ലേ സച്ചി എല്ലാം ബോധ്യപ്പെടുത്തി തന്നത്? അപ്പോൾ നിനക്കെന്താ ചന്ദ്രേ ഇത് വിശ്വസിക്കാൻ ഇത്ര പ്രയാസം? ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ സച്ചിയോട് ചോദിച്ചാൽ മതി. നമുക്ക് ഈ സത്യം അംഗീകരിച്ചേ മതിയാകൂ. രേവതി മോള് കല്യാണ മണ്ഡപത്തിൽ വെച്ച് അന്ന് അപമാനിതയായി നിന്നില്ലേ, അതിന്റെ കർമ്മഫലമാണ് ഇപ്പൊ നിന്റെ മോന് കിട്ടിയിരിക്കുന്നത്. നിന്റെ മോനും നിനക്കുമൊക്കെ ഇപ്പൊ അതേ അവസ്ഥ വന്നിരിക്കുകയാണ്. അപമാനിതരായി നിൽക്കേണ്ടി വരും നിങ്ങൾക്കും. എല്ലാം കർമ്മഫലമാണെന്ന് കരുതി സമാധാനിക്കുക. നിങ്ങളെല്ലാം കൂടെ രേവതിയെ ചതിച്ചപ്പോൾ സ്വന്തം മരുമകൾ നിങ്ങളെ ചതിച്ചു. എല്ലാം ഇനി അനുഭവിച്ചു. എന്നാലും ശ്രുതിമോളെ, ഇത്രയും വലിയ ചതി ഈ കുടുംബത്തിനോട് വേണ്ടായിരുന്നു. രവീന്ദ്രന്റെ വാക്കുകൾ കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ അങ്കിളും ആന്റിയും എനിക്ക് മാപ്പ് തരണമെന്നും നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭൂതകാലമൊക്കെ മറച്ചു പിടിച്ചത്. ഞാനത് മറച്ചു പിടിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്. എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മുഖം പോലും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശ്രുതി അവർക്ക് മുമ്പിൽ. എന്നാൽ ചന്ദ്ര വന്നിട്ട് ശ്രുതിയുടെ മുഖത്തൊന്ന് പൊട്ടിക്കുകയാണ്. ചെലക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. നിന്റെ കരച്ചിലൊന്നും ഞങ്ങൾക്കിനി കാണണ്ട. നിന്റെ മുഖം പോലും എനിക്കിനി കാണണ്ടടി. നിങ്ങളല്ലേ എൻ്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചത്. അപ്പൊ അമ്മ തന്നെ ഇവളെ അടിച്ചിറക്ക്. ഇവള് രണ്ടാം കെട്ടുകാരിയായതിലല്ല, ഒന്ന് പ്രസവിച്ച ഒരു വലിയ കുട്ടിയുള്ളതാണ് എനിക്ക് പ്രശ്നം. ഇനി നിന്നെ എനിക്ക് കാണണ്ട. ഇനി നിന്നെ ഈ ഏരിയയിൽ പോലും കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും ദേഷ്യപ്പെടുകയാണ് ശ്രുതിയോട്. അങ്ങനെ അത് കേട്ട് അവളെ ചൂലെടുത്ത് അടിച്ചിറക്കാൻ തന്നെ നോക്കുകയാണ് ചന്ദ്രമതി. ആ സമയത്ത് ശ്രുതി തലകറങ്ങി വീഴുകയാണ്. അതേസമയം രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ, എന്ത് തെറ്റ് ചെയ്താലും അവളെ ഈ അവസ്ഥയിൽ ഇറക്കി വിടരുത്. ശ്രുതിമോൾക്ക് ബോധം വരട്ടെ, എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. എടാ മോനെ സച്ചി, നീ പോയി അടുത്തുള്ള ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുപോവാ. ഇവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളായിരിക്കും അതിന് സമാധാനം പറയേണ്ടി വരുന്നത്. അങ്ങനെ രവീന്ദ്രന്റെ വാക്കുകൾ കേട്ട സച്ചി പെട്ടെന്ന് പോയി അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്ത് സന്തോഷത്തോടെ പുറത്തേക്ക് വരികയാണ്. ഒരു വലിയ വിശേഷമുണ്ട് രവീന്ദ്രനും ചന്ദ്രമതിക്കും. നിങ്ങളൊരു അപ്പൂപ്പനും അമ്മൂമ്മയും ആകാൻ പോവുകയാണ്. ശ്രുതി പ്രഗ്നന്റ് ആണ്, 2 മാസം എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും ചന്ദ്രയും ശ്രുതിയും ഒക്കെ സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇവളുടെ കുഞ്ഞിനെയൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്രുതി. ചന്ദ്രമതിയാണെങ്കിലും ശ്രുതിയെയും ശ്രുതിയുടെ കുഞ്ഞിനെയും തനിക്കിനി അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഇവളെ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്താക്കണം, ഇനി എന്ത് ചെയ്യും, ഇവൾക്കിപ്പോൾ ഇവിടെ അധികാരമായില്ലേ എന്നെല്ലാം പറഞ്ഞ് ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയിലാണ്